അതിഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ സൂചനകൾ നൽകിയിരുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം അതിനുശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഈ രീതിയിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടോ എന്ന സംശയങ്ങൾ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ തെളിവുകൾ സഹിതം ആ ആരോപണം ഉന്നയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്തത്. ഈ തെളിവുകൾ 6 മാസം ബുദ്ധിമുട്ടി കണ്ടെത്തിയ തെളിവുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ തെളിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുത്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോകാത്തത്? അതിൽ മടിയുണ്ടോ രാഹുൽ ഗാന്ധിക്ക്? ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു 1/2 മിനിറ്റ് ഇതിൻ്റെ ഒരു ചരിത്രം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം പവിത്രമാണ്, പരിശുദ്ധമാണ്, മൂല്യവത്തായതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരം 950 ജനുവരി മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ കമ്മീഷണർ. അദ്ദേഹം 952 തെരഞ്ഞെടുപ്പൊക്കെ നടത്തുമ്പോൾ 17 കോടി വോട്ടർമാരും അതിൽ 85% നിരക്ഷരരൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തൊക്കെ മറികടന്ന് നിഷ്പക്ഷവും സുതാര്യവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിന് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചപ്പോൾ സെല്യൂട്ട് അടിച്ചത് UN ആയിരുന്നു. UN ഓസ്ട്രേലിയ UK ഒക്കെ ചേർന്ന് ഈ സുകുമാർ സെന്നിനെ കൊണ്ടുപോയിട്ടാണ് സുഡാനിൽ 953 തെരഞ്ഞെടുപ്പ് നടത്തിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു ലോക ജനാധിപത്യത്തിൻ്റെ മാതൃകയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ കമ്മീഷനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പണിയാണ് ഇവിടുത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ഈ 2023 ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പാസ്സാവുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പാസ്സായതിനു ശേഷം 2024 ഡിസംബറിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ 93(2) എന്ന് പറഞ്ഞൊരു ഭേദഗതി വന്നത്. ആ ഭേദഗതി പ്രകാരം ഈ ഡോക്യുമെൻറ്റുകളൊന്നും പിന്നെ ഒരു പൊതു സ്വത്തോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പിന്നെ പൊതുവായിട്ട് RTA പ്രകാരം സമീപിച്ചാൽ കൊടുക്കേണ്ടതില്ല, അത് സീക്രട്ടാണ് എന്ന ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2024 മെയ് വന്നപ്പോൾ അവർ കൊണ്ടുവന്നൊരു അമെൻമെൻറ്റാണ് എല്ലാ CCTV ഫുട്ടേജുകൾ, വീഡിയോഗ്രാഫികൾ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫികൾ, വെബ്കാസ്റ്റിങ്, ഇതൊക്കെ 40 ദിവസത്തിനകം അത് നശിപ്പിച്ച് കളയണമെന്ന്. മുൻകാലങ്ങളിൽ നമുക്ക് നോമിനേഷനും പ്രചരണവും ക്യാമ്പയിനിങ്ങും വോട്ടെണ്ണലും വോട്ട് ചെയ്യലും ആഹ്ലാദ പ്രകടനവും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ടാകുമായിരുന്നു. 1 വർഷം വരെ നീണ്ടുനിന്ന ആവശ്യപ്പെടലിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു പോന്നിരുന്നു. കോടതി ആവശ്യപ്പെട്ടാൽ അത് കഴിഞ്ഞിട്ടുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുമായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ച് ഇത്തരത്തിൽ ഇതിനൊരു ഇരുട്ടുമുറിയിലാക്കി ഈ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള നോംസും ഇവർ അട്ടിമറിച്ചു. അതുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിയമമന്ത്രിയാക്കി. അപ്പോൾ പ്രധാനമന്ത്രി, നിയമമന്ത്രി, പ്രതിപക്ഷ നേതാവും അവിടെ ഭൂരിപക്ഷവുമായി അശോക് ലാവേസന്മാരും അരുൺ ഗോയൽമാരും ഒക്കെ ഇന്ന് രാജിവെച്ച് പോയതിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ അട്ടിമറിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഒറ്റമുറിയിലെ 80 വോട്ട് അടച്ചിട്ട് കിടക്കുന്ന ഒറ്റമുറി, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരേ വിലാസത്തിലുള്ള ആളുകൾ നിരവധി ബൂത്തുകളിൽ, അതുപോലെ തന്നെ ഫോം 6 വോട്ടറായി ചേരുന്നത് 75-80 വയസ്സുള്ളവർ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ 10,000 കോടിക്കണക്കിന് വോട്ടർമാരാണ് അനധികൃതമായിട്ട് കയറുന്നത്. ഇത് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു 10, 15, 25, 50 ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. പക്ഷേ ഇത് 5,000-ഉം 10,000-ഉം ആവുമ്പോൾ അത് ബോധപൂർവമായൊരു മാൽ പ്രാക്ടീസാണ്. ആ മാൽ പ്രാക്ടീസ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് ചോദിച്ചപ്പോൾ ഇവർ കൊടുത്തില്ല. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ച് നാടുകളെ പ്രസംഗിച്ച് നടന്ന് പത്രത്തിൽ ലേഖനം എഴുതിയപ്പോഴാണ് ഇവർ കൊടുക്കാൻ തയ്യാറായത്. ആ കൊടുത്തതോ ഈ പ്രത്യേക പിന്നെ ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്കാനിങ്ങിനും വകയില്ലാത്ത പേപ്പറിൽ, അതുപോലെ 7 അടി നീളമുള്ള 300 കിലോ കടലാസ് പിണ്ടമാണ് കൊടുത്തത്. അത് വേർതിരിച്ചെടുക്കാൻ 40 പേര് 6 മാസം മെനക്കെട്ടു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അപ്പോൾ ഇത്തരത്തിലൊക്കെ ദുരുദ്ദേശപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുമ്പോൾ അവരുടെ മടിയിൽ കനമുണ്ട് എന്ന് ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ അവരെ നിഷ്പക്ഷരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യം നിലനിർത്താനുള്ളതാണ്. BJPക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ അവർ ജയിച്ചു വരട്ടെ, കോൺഗ്രസിനാണെങ്കിൽ അവർ വരട്ടെ, എന്നിട്ട് ഇവിടെ ആരോഗ്യകരമായ ഭരണമൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോയി ജനക്ഷേമത്തിനായിട്ട് പരസ്പരം മത്സരിക്കേണ്ട പാർട്ടികൾ. അങ്ങനെയല്ല ജനാധിപത്യം.
പുഷ്കലമാകേണ്ടത്. ഇവിടെ അതിന് പകരം ഇതിനെ അട്ടിമറിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പഴയകാല BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ ഇതിനെതിരെ രംഗത്തിറങ്ങണം. ഇതിനെ കോടതിയെ സമീപിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കോടതിയെ നിങ്ങൾ അങ്ങനെ നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ ദിവസമാണ് പിന്നെ പഴയ ബോംബെയിലെ വക്താവായ അഡ്വക്കേറ്റ് ആരതി പിന്നെ ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായിട്ട് നിയമിതമായത്. 2015 കൊളീജിയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇവിടെ ഒരു സുപ്രീം കോടതി ഇന്ന് കർണാടകയിൽ മഹാറാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. ആ ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെയും അടിസ്ഥാനം. അപ്പോൾ നമ്മളുടെ ജുഡീഷ്യറിയെ ആ രീതിയിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും പോരാട്ടം നടത്തുക സാധ്യമാണോ? നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഉറച്ചു നിന്ന് അതിൽ വിശ്വാസം അർപ്പിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്, രേഖാമൂലം പരാതി തന്നാൽ അന്വേഷണം ഉണ്ടാകും, അതിൽ ഒപ്പിട്ട് തരിക, അതിന്റെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ മുന്നോട്ട് പോകുക, അപ്പോൾ അതിന് മറുപടി ഉണ്ടാകുമെന്ന് പറയാണ്. അത് ഞങ്ങൾ ചെയ്യില്ല, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണോ അപ്പോൾ ലക്ഷ്യം എന്നൊരു സംശയം ഉയരും. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സുപ്രീം കോടതി കൊളീജിയം അത് പറഞ്ഞ് പൂർത്തിയാക്കണം. മധ്യത്തിൽ കട്ട് ചെയ്ത് പോയാൽ അത് ദുർവ്യാഖ്യാനത്തിനിടയാക്കും. കൊളീജിയം ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരുമായിരുന്നു. 2015 BJP സർക്കാരിൻ്റെ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ചട്ടം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിയമിക്കുന്ന 2 വിദഗ്ധരും ഒരു ക്യാബിനറ്റ് മന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും ഇത്തരത്തിൽ കൊളീജിയത്തെ മാറ്റി. അപ്പോൾ സുപ്രീം കോടതി ഒന്ന് ധീരമായിട്ട് ഇടപെട്ടിട്ട് അത് നിയമവിരുദ്ധമാണ്, ആർട്ടിക്കിൾ 124 127 എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിനെ റദ്ദ് ചെയ്തപ്പോഴാണ് ഈ കൊളീജിയം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ആ കൊളീജിയവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് പിന്നീട് സർക്കാർ മുന്നോട്ട് പോയത്. 2018 4 ജസ്റ്റിസുമാരിറങ്ങി പത്രസമ്മേളനം നടത്തിയെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് കഴിഞ്ഞിട്ട് അവസാനം 2023 30ഓളം കൊളീജിയം ശുപാർശകൾ തള്ളിക്കളഞ്ഞു കേന്ദ്ര സർക്കാർ. 2 തവണ കൊളീജിയം ശുപാർശ ചെയ്താൽ അത് സ്വീകരിക്കണം മാൻഡേറ്ററി ആയിട്ട് എന്ന നിയമം, അതൊക്കെ കാറ്റിൽ പറക്കുന്നു. ഇപ്പൊ കൊളീജിയത്തെ ഭീഷണിപ്പെടുത്തി അവരും വഴങ്ങി തുടങ്ങിയോ എന്ന് സംശയിക്കത്തക്കതല്ലേ BJP നേതാവിന്റെ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള നിയമനം? ഇതൊക്കെ നമ്മളിത് കോൺഗ്രസ് ചെയ്താലും തെറ്റാണ്, BJP ചെയ്താലും തെറ്റാണ്. അതൊന്നും ജനാധിപത്യ മാതൃകകളല്ല. അതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയകാല അടിയന്തരാവസ്ഥ കാലത്തേക്ക് ജനസംഘം പ്രവർത്തകരായിട്ടുള്ള BJPക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യര്, ജനാധിപത്യ ബോധമുള്ളവർ ഇതിനെ രംഗത്ത് വരണം. പിന്നെ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുക്കാത്തതെന്ന്. ഈ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു RTI പ്രകാരം ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു രേഖ ചോദിച്ചിട്ട് ഞങ്ങളെ ഇത്തരത്തിൽ പരിഹസിച്ചിട്ട് 7 അടി നീളവും 300 കിലോ തൂക്കമുള്ള ഒരു കടലാസ് പിണ്ഡം വച്ചു തന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? എത്ര കത്തിടപാടുകൾ മെയിൽ അയക്കലുകളൊക്കെ അവരോട് നടന്നിട്ടുണ്ട്. ഏത് കാര്യത്തിൽ അവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്? അവരുടെ അടുത്ത് ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ പരസ്യമായിട്ട് നടത്തിയ ഈ പത്രസമ്മേളനം അത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള എൻ്റെ സത്യവാങ്മൂലമാണ്, അത് മുൻനിർത്തി അതൊരു പരാതിയായി കരുതിയിട്ട് നിങ്ങളുടെ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ചുവടുകൾ വെച്ചുകൊള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് വെല്ലുവിളിച്ചു. പറ്റുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പരസ്യമായി വെളിപ്പെടുത്തുന്നൊരു പരാതിയാണ് എന്ന ബോധ്യത്തിൽ അവർ മുന്നോട്ട് വന്നിട്ട് അവരൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി 1 മണിക്കൂർ ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷൻ സമഗ്രമായിട്ട്. അത് നിങ്ങളൊരു 10 മിനിറ്റ് അതിന് മറുപടി ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പരിശുദ്ധയാണെന്ന് തെളിയിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭ്യർത്ഥന. അതൊക്കെ